മാങ്ങാത്തൊലി ഉണ്ടാക്കാനായിട്ട് മാങ്ങ കഴുകിയെടുത്തു. ഞങ്ങളുടെ വല്യമ്മമാരും അമ്മമാരും ഒക്കെ പറയണ പേരാണ് മാങ്ങാത്തൊലി. എനിക്ക് മറക്കാൻ പറ്റാത്തൊരു കറിയാ ഈ രണ്ട് കറി. അപ്പൊ നമ്മളെ എങ്ങോട്ടാ പോണേന്ന് അറിയാവോ? കാണിച്ചു തരാം. വെയിലത്തധികം നിക്കണ്ട. ഇതെന്നാ ഇത്? ഞാൻ പ്രതീക്ഷിച്ചതേ അല്ലല്ലോ. 6 ദിവസത്തെ ഉണക്കുള്ള മാങ്ങാത്തൊലി. കിലുകിലൂന്ന് കേൾക്കണതേ, കയ്യിലെടുത്ത് കാണിക്കണ്ടേ. അതെ, മാങ്ങാത്തൊലി ഉണ്ടാക്കാനായിട്ട് മാങ്ങ കഴുകിയെടുത്തു. എന്നിട്ട് തൊണ്ട് കളയാതെ നമ്മളത് പൂളി ചെറുതാക്കി മുറുക്കി ഉപ്പ് പുരട്ടി ഒരു 2-3 മണിക്കൂർ വെച്ച് പാത്രത്തിൽ മൂടി പൊത്തി വെച്ച് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കണം. അപ്പം ഇത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുക എങ്ങനെയാണ് കേട്ടോ. ഈ മാങ്ങാത്തൊലിന്ന് ഞങ്ങളുടെ ചെറുപ്പകാലം മുതൽ ഞങ്ങളുടെയൊക്കെ വീടുകളിൽ പറയണ ഒരു പേര്. അത് ചെനച്ചു തുടങ്ങിയത്. അത് കുഴപ്പമില്ല, ഭയങ്കര പുളിയുള്ള മാങ്ങയാ. കുഴപ്പമില്ല, മേടിച്ച മാങ്ങയാ കേട്ടോ. അല്ലെങ്കിൽ മധുരിപ്പ് വരാൻ പാടില്ല. ഒട്ടും പാടില്ല. കറിക്ക് മധുരിപ്പായേ പറ്റൂല്ലോ, നല്ല പുളിപ്പായത്. ഇത് മാങ്ങ ഞെട്ടും മാത്രം കളഞ്ഞ് വെച്ച് കഴുകിയെടുത്താണ്. എന്നിട്ട് അത് നമ്മൾ തൊലിയോട് കൂടിയാണ്, തൊണ്ടോട് കൂടിയാണ് പൂളിയെടുത്ത് അരിഞ്ഞ് ഉപയോഗിക്കാൻ എടുക്കണം. അതുകൊണ്ടാണ് ഞങ്ങളൊക്കെ ചെറുപ്പകാലം മുതൽ ഞങ്ങളുടെ വല്യമ്മമാരും അമ്മമാരും ഒക്കെ പറയണ പേരാണ് മാങ്ങാത്തൊലി. അപ്പൊ ഞാൻ മനസ്സിലാക്കണത് ഈ തൊലിയോടുകൂടി മാങ്ങ കാമ്പും കൂടെ അരിഞ്ഞെടുക്കണത് കൊണ്ടായിരിക്കാം ആ പേരിൽ അറിയപ്പെടുന്നത്. എനിക്ക് വിശദമായിട്ട് അതിനെപ്പറ്റി അറിയില്ല. പക്ഷെ എന്നതാണെങ്കിലും ചെറുപ്പകാലം മുതൽ കേൾക്കണ ഒരു പേരാണ് മാങ്ങാത്തൊലി എന്ന്. തൊലി മാത്രമല്ല, കാമ്പും അതിലുണ്ട്. പക്ഷെ ഉപ്പ് പുരട്ടി ഇത് ഉണങ്ങി വരുമ്പോൾ കാമ്പ് ഉണങ്ങി തൊലിയിലേക്ക് ചേർന്ന് ഇങ്ങനെ ശുഷ്കിച്ച് ഉണങ്ങണ പരുവം ഞങ്ങൾ കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ ഇരിക്കും. ഇപ്പോഴേ ഉള്ള ഈ വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു 6 ദിവസം മാക്സിമം വേണ്ടി വരുള്ളൂ. നല്ല വെയിലല്ലേ, നന്നായിട്ട് ഉണങ്ങി കിട്ടും. ഇത് കിഴക്കൻ ഭാഗത്ത് സ്ഥിരമായിട്ട് വീട്ടിലെ അമ്മച്ചിമാരൊക്കെയുള്ള വീടുകളിൽ ചെയ്യണ ഒരു ഭാഗമാണ്. തെക്കോട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഞങ്ങളുടെ ഗ്രാൻഡ് മദർ ഞങ്ങൾക്ക് ചോറ് തന്നു വിടുമ്പോൾ ചോറ്റുപാത്രത്തിൽ നിങ്ങളുടെ പോലെ ഒന്ന് സ്പെഷ്യൽ ഇത് പാത്രങ്ങളൊന്നും സെപ്പറേറ്റ് കറി വെക്കാനൊന്നും ഉണ്ടാവില്ല. ഒരു ചോറ്റുപാത്രം, അതിൻ്റെ നടുക്ക് ഇങ്ങനെ ഒരു അടപ്പ് പാത്രം പോലെ ഉണ്ടാവും. അതിൽ ഏതെങ്കിലും ഒരു കറി വെക്കും. എന്നിട്ട് ചോറ്റുപാത്രത്തിൻ്റെ അടപ്പ് കൊണ്ട് സ്റ്റീൽ ചോറ്റുപാത്രം അടച്ചു വെക്കും. അപ്പം അടിയിലുള്ള ചോറിൻ്റെ അടുത്ത് മിക്കവാറും ചാറുകറിയായിരിക്കും ഒഴിച്ചു വെക്കണം ചോറിൽ. ആ കറി മഴ പിടിച്ചു കഴിഞ്ഞാൽ എപ്പോഴും ഉള്ള കറിയാണ്. ഒന്നുമല്ലെങ്കിൽ ഉപ്പുമാങ്ങ ചാറ് വെക്കണത്, തേങ്ങ അരച്ച് ചാറ് വെക്കണ കറി, അല്ലെങ്കിൽ മാങ്ങാത്തൊലി ഉണക്കച്ചെമ്മീൻ ഇട്ടിട്ടുള്ള തേങ്ങയരിപ്പ് കറി. അത് സ്ഥിരം മാറി അതായിരിക്കും. അല്ലാണ്ട് സാമ്പാറും പിന്നെ മോരുകറിയൊന്നും അല്ല അങ്ങോട്ട്. ഈ കറിയാണ് മഴക്കാലത്ത് മിക്കവാറും. പക്ഷെ ഈ മാങ്ങാത്തൊലി ഉണക്ക ചെമ്മീൻ ഇട്ട് വെച്ചാൽ പോലും നല്ല രുചിയാട്ടോ. ഇവിടെ അമ്മച്ചി അരിഞ്ഞിരിപ്പോലെ വെക്കുമായിരുന്നു. അപ്പൊ ഇവിടെ ഇങ്ങോട്ടൊക്കെ പച്ചച്ചെമ്മീൻ അന്നത്തെ കാലത്ത് കിട്ടാൻ കൂടുതൽ പടിഞ്ഞാറ് ഭാഗമല്ലേ, കൂടുതൽ എളുപ്പമുള്ളത് കൊണ്ട് അപ്പ പറയാറുണ്ട് ഇവിടെ പച്ചച്ചെമ്മീൻ ഇട്ടാ ഉണ്ടാക്കാറുണ്ട്. പിന്നെ ഞങ്ങളൊക്കെ വലുതായി കഴിഞ്ഞപ്പോഴത്തേക്കും ഉണക്കച്ചെമ്മീനത്തിൻ്റെ ഇതൊക്കെ പോയി പച്ചച്ചെമ്മീൻ ചേർത്തും പച്ചച്ചെമ്മീനൊക്കെ അരയത്തികളൊക്കെ കൊണ്ടുവന്ന് തുടങ്ങി. പച്ചച്ചെമ്മീൻ ഇട്ടും കറി വെച്ചു തുടങ്ങി. പക്ഷെ എനിക്ക് മറക്കാൻ പറ്റാത്തൊരു കറിയാ ഈ രണ്ട് കറി. ഉപ്പുമാങ്ങ തേങ്ങ അരയ്ക്കണതും, ഉപ്പുമാങ്ങ മുഴുവൻ മാങ്ങയല്ല തേങ്ങ അരയ്ക്കണേ, മുഴുവൻ മാങ്ങ ചുമ്മാ കാന്താരിമുളകും ചുമന്നുള്ളിയും കൂടെ ചാലിച്ച് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുകയുള്ളൂ. അരിഞ്ഞിടണ ഉപ്പുമാങ്ങയുണ്ട്, തൊണ്ട് കളഞ്ഞേച്ച് കുനുകുനുന്ന് ഇതുപോലെ. ഇതിലും ഇച്ചിരിയോടെ വലുതാക്കി അരിയും. നമ്മൾ ചമ്മന്തിക്ക് അരിഞ്ഞു വെക്കൂലേ, ചമ്മന്തി ഉണ്ടാക്കാൻ ഞങ്ങൾ ചെയ്യണം. അങ്ങനെ അരിയണതാണ്. ആ ഉപ്പുമാങ്ങയാണ് തേങ്ങ അരച്ച അമ്മയോടെ ഉണ്ടാക്കണം. അപ്പം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇതിനെപ്പറ്റി പറഞ്ഞതാട്ടോ. ഇങ്ങനെ മാങ്ങാത്തൊലി എന്ന് പറയുമ്പോൾ ഷോർട്ട് വീഡിയോയിൽ പലർക്കും സംശയം വന്നു എന്താണെന്ന് മാങ്ങാത്തൊലി. അപ്പം അതെന്താ അങ്ങനെ പറയണം, മാങ്ങയുടെ കാമ്പോട് കൂടിയല്ലേ ചെയ്യണേന്ന്. അത് ഞാൻ പറഞ്ഞില്ലേ, പരമ്പരാഗതമായിട്ടുള്ള പേര് ഇട്ടേക്കണതാണ്. എനിക്ക് അതിനെപ്പറ്റി കൂടുതൽ പറയാൻ അറിയില്ല. ഞാൻ മനസ്സിലാക്കണത് തൊണ്ടോടുകൂടി ഇങ്ങനെ ചെയ്യണത് കൊണ്ടായിരിക്കും ആ പേരെന്ന് കേട്ടോ. ഓക്കെ, ഇതിങ്ങനെ ഉണക്കി നമ്മൾ സൂക്ഷിച്ചു വെച്ച് കഴിഞ്ഞാൽ എത്ര നാള് കേടാവാതിരിക്കും? 1 കൊല്ലത്തിൽ കൂടുതലിരിക്കും. ഒരു കൊല്ലത്തിലൊക്കെ കൂടുതലിരിക്കും. ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട, കുപ്പിയിലിട്ട് അടച്ചു വെച്ചാൽ നന്നായിട്ട് ഡ്രൈ ആക്കണം. പിന്നെ പ്രിസർവേറ്റീവ് ആയിട്ട് ഉപ്പ് ചേർക്കണം. ഉപ്പ് നന്നായിട്ട് മുന്നിൽ നിൽക്കണം. അപ്പൊ തേങ്ങ അരച്ച് കറി വെച്ച് കഴിയുമ്പോ പിന്നെ അതനുസരിച്ച് ഉപ്പ് അതിലേക്ക് ആഡ് ചെയ്യാവുള്ളൂ. ചുമ്മാ കറി ഇത് വെക്കുവല്ലോ, തേങ്ങ അരച്ചല്ലേ വെക്കണേ. അപ്പൊ
ഒരു വർഷത്തിൽ കൂടുതൽ ഇരിക്കണേടെ ഉണ്ട്. അത് മാങ്ങയുടെ ഒരു നാട്ടുമാങ്ങ ഏറ്റവും നല്ലത്. ഇതിപ്പോ മേടിക്കണ മാങ്ങ നാട്ടുമാങ്ങയാക്കുന്നൊക്കെ പറഞ്ഞ അയാൾ തന്നേന്ന് പറഞ്ഞ ഏതായാലും പുളിയുണ്ട്. മൂവാണ്ടമാങ്ങ വരെ ഇങ്ങനെ ചെയ്യും. ലുലുവില് നാട്ടുമാങ്ങ ഇരിപ്പുണ്ട്, ഇനി പോകുമ്പോ വേണമെങ്കിൽ മേടിക്കാം. അല്ല, ഇവിടെ കിട്ടിയത് ഞാൻ ഉപ്പുമാങ്ങ ഇട്ട് വെച്ചേക്കണം. കുപ്പിയിൽ കാണിച്ചില്ലായിരുന്നു. അപ്പൊ ഇവിടെ കിട്ടുമോ നോക്കട്ടെ. അത് വേണമെങ്കിൽ സാമ്പിളിന് മേടിച്ചു നോക്കാം. നല്ലതാണെങ്കിൽ പിന്നെ കുറച്ച് കൂടുതൽ മേടിക്കാലോ. നാട്ടുമാങ്ങയെന്ന് പറഞ്ഞ അവിടെ ഇരിപ്പുണ്ട്. നോക്കാം, ഇവിടെ കിട്ടുമോ നോക്കട്ടെ. ഇല്ലെങ്കിൽ ഞാൻ പറയാം. ഇവിടെ ജംഗ്ഷനിൽ കൊണ്ടുവരുന്നേ. അവിടെ നിന്ന് അത് മേടിച്ച് ചുമന്നു പറയേണ്ട കാര്യമില്ല. മാങ്ങയുടെ സീസൺ ആയതുകൊണ്ട് ഇവിടെ വരും എന്തായാലും. ഞാൻ അപ്പോഴും പറഞ്ഞ മൂവാണ്ടം വേണ്ട, നാട്ടുമാങ്ങയാണെങ്കിൽ മേടിച്ചാൽ മതി. ഇച്ചിരി മുന്നിൽ ഉപ്പിടണം കേട്ടോ, കൂടുതൽ. ഞാൻ ഓൾറെഡി അത് കാണിച്ചു തരാം. കുറച്ച് മാങ്ങ അരിഞ്ഞ് ഈ രീതിയിൽ ഉണക്കി വെച്ചു. അത് കണ്ടപ്പോൾ ഒരുപാട് പേർക്ക് സംശയം ഉണ്ടായിരുന്നു. അപ്പൊ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളെ കാണിച്ച് പറഞ്ഞു തരാൻ വേണ്ടി 2 മാങ്ങ ഞാനിവിടെ വെച്ചിരുന്ന. ഈ മാങ്ങ അരിഞ്ഞ് ഉണങ്ങി കഴിയുമ്പോഴില്ലേ ഒട്ടും ഉണ്ടാവൂല. 2 മാങ്ങ ഉണങ്ങി കഴിഞ്ഞാൽ കിലി തീരെ ചുങ്ങി പോവൂലേ. അപ്പൊ അതുകൊണ്ട് നിങ്ങളെ കാണുന്ന സംശയങ്ങൾക്ക് ഒരു മറുപടി തരാൻ വേണ്ടി മാത്രം ഇത് 2 വെച്ചിരുന്ന. 2 അരിഞ്ഞാൽ ഉണങ്ങിയാൽ ഒട്ടും ഉണ്ടാവൂല കേട്ടോ. അപ്പോൾ ഒരു ഉപ്പുമാങ്ങ എണ്ണത് കഴിഞ്ഞ പോലെ കാണിച്ചിട്ടുണ്ട് നമ്മൾ മേടിച്ച. അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇട്ട് തരാം. ഉപ്പുമാങ്ങ ഇടാനായിട്ട് ഇത്തവണ മാങ്ങ അങ്ങനെ കിട്ടിയില്ല. വഴിയോരത്തെ ഇച്ചിരി മാങ്ങ കിട്ടിയത് ഞാൻ കുപ്പിയിൽ ഇങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ട്, കല്ലുപ്പിട്ട്. അപ്പൊ അതെ ഇങ്ങനെ ഇരുന്നൊരു 3-4 മണിക്കൂർ ഇരിക്കണം. കാരണം ഉപ്പ് അതിലേക്ക് കയറാൻ. അത് കഴിഞ്ഞിട്ട് നമുക്ക് പുറത്ത് കൊണ്ടുപോയി വെച്ച് നല്ല വലിയ ഏതെങ്കിലും ട്രെയിലോ വലിയ പ്ലേറ്റിലോ വെച്ച് ഉണക്കിയെടുക്കണം. അങ്ങനെ വീട്ടിലൊക്കെ പനമ്പിലായിരുന്നു. എന്നാന്ന് വെച്ചാൽ ഒരുപാടുണ്ടാവും. ഒരു കൊട്ടയൊക്കെ മാങ്ങ മേടിച്ച് വെച്ചാൽ, കാരണം ആൾക്കാർ കൂടുതലുള്ള വീട് അവിടെ ചാറുകറി ഇതുണ്ടാക്കും. ഈ മഴ സീസണിൽ ഞാൻ പറഞ്ഞില്ല ഇങ്ങനെയൊക്കെയുള്ള പരിപാടികളെ കറികളായിട്ട് ചെയ്യണത്. അപ്പം കൂടുതൽ ഉണ്ടാക്കി വെക്കണോണ്ട് അങ്ങനെ അവിടെ നിന്ന് അമ്മ പണ്ട് ഉണക്കി എനിക്ക് തരുമായിരുന്നു. അപ്പം അങ്ങനെ. അപ്പം ഇനി എല്ലാവരുടെയും സംശയം മാറി കാണുമെന്ന് ഞാൻ വിചാരിക്കണു. ഞാൻ പറഞ്ഞില്ലേ, അപ്പൊ നിങ്ങളെ കാണിക്കാൻ വേണ്ടി 2 വെച്ചിരുന്നു. ഇനി വെയിലത്ത് വെച്ച് ഉണക്കണ കാണിക്കാം കേട്ടോ. ഇനി ഒരു ദിവസം ഉണങ്ങിയ ഒരു പാകവും കാണിക്കാം. ഇന്ന് വെച്ച് നാളത്തെ പരുവം കാണിച്ചു കൊടുക്കാം. നാളെ സൺഡേ അല്ലേ, ഇന്നിപ്പോ ശനിയാഴ്ചയാണല്ലോ. അപ്പൊ നാളെ ഇന്നിപ്പോ ഏപ്രിൽ 27 ശനിയാട്ടോ. അപ്പൊ നാളെ നിങ്ങളെ കാണിക്കാം എന്തോരം വാടി കിട്ടുന്നു. നാളെ വൈകുന്നേരം കാണിക്കാം. ഈ ഇപ്പോഴത്തെ വെയിലനുസരിച്ച് ഒരു 5-6 ദിവസം മതി. കറക്റ്റ് ആയിട്ട് ഉണങ്ങി കിട്ടും, കിലുന്ന്. ഓക്കെ. അപ്പൊ നമ്മളെ അരിഞ്ഞു വെച്ച മാങ്ങാത്തൊലി ഉണങ്ങാനായിട്ട് അരിഞ്ഞു വെച്ച തൊണ്ടോട് കൂടിയ മാങ്ങ സ്ലൈസ് ചെയ്ത് ഉപ്പ് പുരട്ടി ഒരു 3-4 മണിക്കൂർ ഇരുന്നു. രാവിലെ നമ്മൾ അരിഞ്ഞത് കണ്ടില്ലേ. എന്നിട്ട് ഉപ്പ് കൂടുതലാണെന്ന് തോന്നുവാണെങ്കിൽ സ്വല്പം പിഴിഞ്ഞു മാറ്റണം. ഞാൻ പിഴിഞ്ഞു മാറ്റിയില്ല, കാരണം പാകത്തിന് ഉപ്പേ ഉള്ളൂ. ഇതേ നല്ല വെയിലുണ്ട്, വെയിലത്തേക്ക് വെക്കുക കേട്ടോ. വെയിലത്ത് അധികം നിക്കണ്ട. മറിക്കോ, ഞാനിവിടെ വെച്ച അല്ല അമ്മയോടും കൂടി ഞാൻ പറഞ്ഞ നിക്കണ്ട, വേഗം മറിക്കോളാം. ഇനി നമുക്ക് ഫുഡ് കവർ വെക്കണം. അല്ലെങ്കിൽ എന്നാന്ന് വെച്ചാൽ കിളി വന്നു കുത്തും. ഫുഡ് കവർ വെച്ചാലും വെച്ചില്ലെങ്കിലും വേഗം ഉണങ്ങിക്കോളും. നമുക്ക് ഇത് കവർ വെച്ച് മൂടാം. എന്നിട്ട് നാളെ വൈകുന്നേരം ഇത് ഏത് രീതിയിലായെന്ന് കാണിക്കാം. ഞായറാഴ്ച 28-ാം തീയതി അല്ലേ, 27 ശനിയാണ്. ഉച്ചക്കാണ് വെച്ചേക്കണേ കേട്ടോ. ഓക്കെ. പിന്നെ വേറൊരു സംഭവം കാണിച്ചു തരാം കേട്ടോ. വെയിലത്തേക്ക് പോകണ്ട. ഇതെന്നാ ഇത്? ഞാൻ പ്രതീക്ഷിച്ചതേ അല്ലല്ലോ. ഞാൻ പെട്ടെന്ന് വിചാരിച്ചു ജാതിക്കുരു വന്ന്. അപ്പം മേടിച്ച് വെച്ചേ, അതൊക്കെ പറയാം. അപ്പം മേടിച്ച് വെച്ച് മുന്തിരിങ്ങ ഉണങ്ങാൻ വെച്ചത് ഞാൻ റോ ഫോമിൽ ഫ്രിഡ്ജിൽ ഇരുന്നിട്ട് ഇങ്ങനെ ചുളുങ്ങി പോയിട്ട് നീറ്റാക്കി വെച്ച് വെയിലത്ത് കൊണ്ടുപോയി വെച്ചേക്കണം. ഏത് പരുവാവൂന്ന് നിങ്ങളെ കാണിക്കാം. ഒരു 10 ദിവസമെങ്കിലും വേണ്ടി വരും പഴുപ്പ് ഉണങ്ങണ്ടേ. ആയി കിട്ടുവാണെങ്കിൽ കാണിക്കും, ഇല്ലെങ്കിൽ ആ ഫോമും കാണിക്കാം കേട്ടോ. വേഗം വെച്ചോ. അപ്പൊ ഇറങ്ങിയിട്ടില്ല, വെയിലത്തൊന്ന് മാറിക്കോ. എന്നിട്ട് പൊക്കോ. ഇടികല്ലൊക്കെ ഉണങ്ങിയെടുത്തോണ്ട് പോവാ. ഇടികല്ല ഇള്ളി കിടക്കണേ പോരേട്ടോ. ഈ വെയിലുകൊണ്ടേ പെട്ടെന്ന് ചുരുളും. മാങ്ങാത്തൊലി എന്ന് പറഞ്ഞാൽ മാങ്ങ ഞാനത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അരിയുമ്പോ തൊലിയോട് കൂടി പൾപ്പുമായിട്ട് പൂളിയായിട്ട് തൊലി ചെത്താതെ എടുക്കണതേ. എന്നിട്ട് കുരുന്ന് അരിഞ്ഞ് ഉപ്പ് പുരട്ടേച്ച് വെയിലത്ത് വെച്ചേക്കണത് കേട്ടോ. ഇനി ഒരു മാർക്കറ്റിൽ ജംഗ്ഷനിൽ പോകുമ്പോഴേ നല്ല മാങ്ങ കിട്ടുമ്പോ 1 കിലോയും കൂടെ മേടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്തിനാന്ന് വെച്ചാൽ 2 മാങ്ങ ഉണങ്ങി ഇത്രേ ഉള്ളൂ. അപ്പൊ അത് നമുക്ക് ഒട്ടും ഉണ്ടാവൂല. പിന്നെ ഞാൻ ഉണങ്ങിയത് വേറെയും കാണിക്കാം. അപ്പൊ 1 കിലോയും കൂടെ മേടിച്ച്, ഈ വെയിലല്ലേ ഇപ്പൊ നല്ല, അതുകൊണ്ട് ഉണക്കി നമുക്ക് ഡ്രൈ ആക്കി വെക്കണം. പറ്റുവാണെങ്കിൽ നമുക്കൊരു മാങ്ങാത്തൊലി പിക്കിളും ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ ഒഴിച്ചുകറികൾ ഉണ്ടാക്കാം. അപ്പൊ ഇതാണ് ഇപ്പൊ രാവിലെ തന്നെ 7:40 ആയപ്പോഴേക്കും ഉണക്കാൻ വെക്കുവാണ്. വെയിലായി 7:30 ആകുമ്പോഴത്തേക്കും വെയിലായി മുറ്റത്ത്. അതാ. ഓക്കെ. ഇനി ഒരു 5 ദിവസത്തേക്ക് വെയിൽ കൊള്ളുമ്പോഴത്തേക്കും കിലുന്ന് മാങ്ങാത്തൊലി
ചക്കക്കുരുവും ചാറ് വെക്കാനും മാങ്ങാത്തൊലിയും ചെമ്മീനും ചാറ് വെക്കാനും മഴക്കാലത്തുള്ള കറി. അപ്പൊ അതിനു വേണ്ടി ചെയ്ത് ഞാൻ എപ്പോഴും പറഞ്ഞ ഇനിയും കാണുമ്പോ 1/2 കിലോയും കൂടെ മേടിച്ചു ഇത് ചെയ്യാന്ന്. അപ്പൊ നമുക്ക് വേനൽക്കാലം ഇതുവരെ കഴിഞ്ഞിട്ടില്ല, അതിനു മുമ്പ് അമ്മ മഴക്കാലത്തേക്ക് ചാടിയോ? അല്ല, അതെന്താന്ന് വെച്ചാൽ മഴക്കാലത്ത് ഉണക്കാൻ പറ്റൂല, വേനൽക്കാലത്ത് ഇത് സ്റ്റോർ ചെയ്ത് വെക്കണ്ടേ. ഇങ്ങനെയുള്ള സംഗതികൾ വേനൽക്ക് വെച്ചാൽ മഴക്കാലത്ത് കറി വെക്കാം. പണ്ടത്തെ കാലത്ത് കാരണവന്മാര് സൂക്ഷിക്കണ ഇങ്ങനെ മാങ്ങ അരിഞ്ഞുണങ്ങി. പിന്നെ ഉപ്പുമാങ്ങ ഇടാനും ഇത്തോണം മാങ്ങ കിട്ടിയില്ല, അതുകൊണ്ട് ഇട്ടിട്ടില്ല കേട്ടോ. മാങ്ങ കിട്ടില്ല. ഇനിയിപ്പൊ നാട്ടുമാങ്ങ ഇല്ലെങ്കിൽ കിട്ടുവാണെങ്കിൽ കറിമാങ്ങ ഉപ്പുമാങ്ങയൊക്കെ ഇടണം കാണിക്കാം. ഓക്കെ, കണ്ണിമാങ്ങ നിങ്ങൾ കണ്ടല്ലോ, കഴിക്കണ കാണിച്ചു തന്നില്ലേ? കണ്ണിമാങ്ങ സൂപ്പറായിരുന്നു. അത് കഴിഞ്ഞിട്ടേ കണ്ണിമാങ്ങ മേടിക്കാൻ പോയപ്പോഴത്തേക്ക് മാങ്ങ എല്ലാവരുടെയും മൂത്ത് പോയി. ഇപ്പൊ കണ്ണിമാങ്ങ ഇപ്പൊ വന്നത് മുഴുവൻ കറി വയ്ക്കാൻ പാകത്തിനുള്ള മാങ്ങ. ഇനിയിപ്പൊ കണ്ണിമാങ്ങ കിട്ടില്ല, കിട്ടുവാണെങ്കിൽ കുറച്ചുകൂടെ മേടിക്കണം, സീസൺ കഴിഞ്ഞു. അപ്പൊ ഇത് കണ്ടോ, എടുത്തോ. അപ്പൊ നമ്മളെ എങ്ങോട്ടാ പോണേന്ന് അറിയാവോ? നമ്മളിതേ മിറ്റത്താ, കാണിച്ചു തരാം. വെയിലത്ത് അധികം നിക്കണ്ട, അവിടെ വേഗം ഫോട്ടോ എടുത്തേച്ച് മാറിക്കോ. വെയിലത്തൊന്ന് മാറി നിന്നോ. നമ്പർ 1. ഇപ്പൊ വെയില് നല്ല വെയിലായതുകൊണ്ട് വേഗം ഉണങ്ങി. നമ്പർ 2 5 ദിവസം മതി. നമ്പർ 3 പിന്നല്ല, വെയിലത്തുനിന്ന് മാറിക്കോട്ടോ. 5 ദിവസം കൊണ്ട് ഉണങ്ങും. 5 ദിവസം വേണല്ലേ? നീ ഇത് നല്ല ഉണങ്ങിയ ഫോമിൽ കാണിക്കാട്ടോ. അടച്ചേക്കട്ടെ, ഇങ്ങനെ വെച്ചില്ലെങ്കിലേ വല്ലതും വന്ന് കൊത്തും, അതുകൊണ്ട് അടക്കട്ടെ. അടച്ചോ. ഓക്കെ, ഇന്ന് അമ്മ വൈകുന്നേരം വരെ വെച്ചല്ലോ. അത് വൈകുന്നേരം വരെ ഉണങ്ങിയോ? പിന്നെ എന്നും വെക്കണ്ടേ? ഇതിപ്പോ നന്നായിട്ട് ഉണങ്ങി. ഒരു 2 ദിവസം കൂടെ വെച്ചാൽ ടിന്നിലാക്കാം. ഇതും 2 ഒഴിവാക്കി ട്രേ ചെയ്തു. ഇനി 1 ഫുഡ് കവർ ഒരെണ്ണത്തിൽ വെച്ചാൽ മതിയല്ലോ. ഇത് നീ മേടിച്ചു തന്ന പ്ലേറ്റാ, നല്ല പ്ലേറ്റാ, നല്ല പ്ലേറ്റാ. താലി മീൽസ് കഴിക്കാൻ പറ്റിയ പ്ലേറ്റ് അത്. പക്ഷെ നമുക്ക് സാധാരണ ചോറ് ഉണ്ണാൻ ഇതിന്റെ ആവശ്യമില്ല. ഇത് പുട്ടും ഇഡലിയൊക്കെ എടുത്തു വെക്കാൻ നല്ലതാ. പുട്ടൊക്കെ കുത്തിയിടാൻ നല്ലത്, ഏറ്റവും നല്ലത് അതിനാ. ഇഡലിക്ക് പിന്നെ നമുക്ക് ബൗളുകളുണ്ട് ഇടാൻ, എന്നാലും ഭംഗിയാ കാണാൻ. ഇത് തിന്നാനും നല്ലതായിരിക്കും അല്ലേ? ഉണങ്ങണം, ഇച്ചിരി ഉണങ്ങിയാ നല്ല. ഭയങ്കര പുളിയാട്ടോ, വേണമെങ്കിൽ കഷ്ണം വായിൽ വെച്ച്. എനിക്ക് പുളി പിന്നെ ഇഷ്ടമാണല്ലോ, അത് പിന്നെ അമ്മ പറയേണ്ട കാര്യമില്ല, എനിക്കറിയാലോ. ഇത് ഞാൻ വിചാരിച്ച ഇത് തൊലിയായിട്ടായി അരിഞ്ഞെടുക്കണേന്ന്. പക്ഷെ ഇത് കഷ്ണവും കൂടെ ചേർത്ത് തൊലി ചെത്താതെ അരിഞ്ഞെടുക്കും. തൊണ്ട് ചെത്താതെ മാങ്ങ പുളി എടുക്കുക, തൊണ്ട് ചെത്താതെ മാങ്ങ പുളിയിട്ട് സ്ലൈസ് ആക്കുക, അത്രേ ഉള്ളൂ. അത് ഉണങ്ങിയ ഫോമായി, അത്രേ ഉള്ളൂ. ഉണങ്ങുമ്പോഴേക്കും അതിന്റെ ആ പൾപ്പൊക്കെ അങ്ങ് ഉണങ്ങിപ്പോകും. അതാണ് മാങ്ങാത്തൊലി. ഉണങ്ങണോട്ടോ, പണ്ടത്തെ കറികളാ ഇതൊക്കെ. അതെ എനിക്ക് ഓർമ്മയുണ്ട് പണ്ട് അമ്മ ഇതൊക്കെ പറയണത്. ചെമ്മീനും മാങ്ങാത്തൊലിയും ചക്കക്കുരും. ചെമ്മീൻ ശരി, എനിക്ക് തിന്നണം. അതൊന്നും ഉണങ്ങിയിട്ടില്ല കേട്ടോ ശരിക്കും. നല്ല പുളിയാ. കൊണ്ടുപോയി വെക്കാം, വെക്കാം. അപ്പക്ക് അറിയാതെ ഒരെണ്ണം അങ്ങ് കൊടുത്താൽ മതി, അമ്മേനെ ഓടിക്കും. പക്ഷെ ഇങ്ങനെ തന്നെ കൊടുക്കണം, 6 പുളിയാപ്പോ. ഇത് നമ്മള് ഫുൾ ഉണങ്ങി കഴിഞ്ഞ് ടിന്നിൽ അടച്ച് സൂക്ഷിക്കൂലേ? അത് നാളുകള് ഒരു 5-8 മാസം ഇരിക്കുമല്ലോ, നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കണം. 6 ദിവസത്തെ ഉണക്കമുള്ള മാങ്ങാത്തൊലി എന്നുള്ള കാര്യം എന്നാന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. 2 മാങ്ങ അരിഞ്ഞ് ഉപ്പ് പുരട്ടിയതാണ് നിങ്ങളെ കാണിച്ചത്. ഇത് 1 കിലോ മാങ്ങ മേടിച്ച് മാങ്ങാത്തൊലി ഉണങ്ങിയേക്കണതാ കേട്ടോ. മൊത്തം 1 കിലോ. അതിൽ 2 എണ്ണം നിങ്ങളെ അരിയണ ഞാൻ കാണിച്ചു തന്നായിരുന്നു. അതിന്റെ കൂടെ കുറച്ചും കൂടെ വെച്ചു നമ്മൾ മാറ്റിക്കേ ഉള്ളൂ. അപ്പൊ അത് 6 ദിവസം ഉണങ്ങിയോളൂ. കിലുകിലുന്നാണ്. ഇനി ടിന്നിലാക്കി വെക്കാം, എന്നിട്ട് മഴക്കാലത്ത് കറി ഉണ്ടാക്കാം. മനസ്സിലായോ? കുറച്ചുകൂടെ കിട്ടുവാണെങ്കിൽ ഉണങ്ങണം. കണ്ടോ, ഉണങ്ങി കഴിഞ്ഞപ്പോ അതിന്റെ കാമ്പ് മുഴുവൻ പോയി. പോവല്ല, ഉള്ളിലേക്ക് വലിഞ്ഞ് ഉണങ്ങി ഡ്രൈ ആയി പോകുന്നേ, ഒന്നുമില്ല, കാണാനില്ല. പിന്നെ ഉള്ളിലേക്ക് തൊലിയിലേക്ക് ചേർന്നിരിക്കും. പക്ഷേ കറി വെക്കുന്നതിന് മുമ്പ് സ്വല്പ സമയം വെള്ളത്തിലിടുമ്പോൾ കുതിർന്നു വരും. അത് കാണിക്കാം, കുതിർന്നു വരും. നേരം കാണിക്കാം, സ്റ്റേജ് കാണിച്ചു കൊടുക്കാം കേട്ടോ. കറി വെച്ചല്ലേ കാണിക്കുന്നത്, വെള്ളത്തിലിട്ട് നല്ല പരുവാവണം അല്ലേ? കിലുകിലൂന്ന് ആയി കഴിഞ്ഞു. ഇനി പരുവൊന്നും ആവാനില്ലാതെ ഓൾറെഡി ആയി. കണ്ടോ, കാമ്പൊക്കെ അതിലേക്ക് അങ്ങ് ഉണങ്ങി ഡ്രൈ ആയി. ശരിക്ക് ഡീപ് ഫ്രൈ എന്ന് പറയും പോലെ നല്ല ഡ്രൈ ആയി. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഇതിന് മാങ്ങാത്തൊലി എന്നുള്ള പേര് വരുന്നത്. അതെനിക്കറിയില്ല. പഴയ നമ്മൾ തലമുറയായിട്ടേ കേൾക്കണ പേരാണ്, വിളിപ്പേര് മാങ്ങാത്തൊലി എന്ന്. മാങ്ങയും തൊലിയും ചേർന്ന പോർഷൻ എന്നാണ് ഞാനതിന് മനസ്സിലാക്കണം. പിന്നെ കൂടുതലൊന്നും പറയാൻ ആധികാരികമായിട്ട് പറ്റൂലല്ലോ. പഴയ ആൾക്കാർ ഓരോ നാമങ്ങൾ എങ്ങനെ ഇടൂലോ ഓരോന്നിനും. അപ്പം അതിലുള്ള ഒരു ഐറ്റാണത്. ഓക്കെ,
ഇത് വെച്ച് വൈവിധ്യമാർന്ന കറികളായിരിക്കും നമ്മൾ മഴക്കാലത്തേക്കായി ഒരുക്കാൻ പോകുന്നത്. ഇനി കുറച്ചുകൂടെ മാങ്ങ കിട്ടുവാണെങ്കിൽ അരിഞ്ഞ് ഉണങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഇച്ചിരി പിക്കിളിടാം. നേരത്തെ ഒന്നും ഇട്ടിട്ടുണ്ട് കേട്ടോ. ശരി, വേറെ പരിപാടിക്ക് പോട്ടെ. പുള്ളിക്കുറുവനാ അത്. ആണോ? ചെറിയ സൗണ്ട്, പക്ഷെ വലിയ സൗണ്ടൊന്നും പുറപ്പെടുവിക്കുന്നില്ല. ഇല്ല, അവനും പഠിച്ചു പോയി. ഞാനിപ്പോ വരാം. അപ്പൊ ദേ ഉണങ്ങിയ മാങ്ങാത്തൊലി കണ്ടെയ്നറിലേക്ക് ആക്കണം. ദേ വേറെ ഒന്നും ചെയ്യാനില്ല. ഞങ്ങളുടെയൊക്കെ വീട്ടിൽ പണ്ട് ഈ പാട്ടയില ഇടുന്നത്, അതായത് നീ അങ്ങനത്തെ പാട്ട കണ്ടിട്ടില്ല, ഈ എന്നതായി തവര വരാണ്ട് അങ്ങനെയുള്ള ഒരു പാട്ട, എന്നിട്ട് അതിന് ഒരു അടപ്പും ഉണ്ടാവും, അതിനകത്താണ് അമ്മ ശേഖരിക്കണം. അമ്മ മീൻസ് എൻ്റെ ഗ്രാൻഡ് മദർ. അങ്ങനെയെങ്ങാനും പോരല്ലോ. എന്ത് മാത്രമാണെന്ന് പറയാം. ഞാൻ അപ്പയോട് പറഞ്ഞിട്ടുണ്ട് 1 കിലോ മാങ്ങയും കൂടെ ഒന്ന് മേടിച്ച് തന്നെ, മൂവാണ്ടെങ്കിൽ മൂവാണ്ടൻ. കാരണം ഇതിപ്പോ 1 കിലോ ഉണങ്ങിയിട്ട് ഇത്രയല്ലേ ഉള്ളൂ. എന്നാന്ന് വെച്ചാൽ അത് കിട്ടും. ഇനിയിപ്പോ മാങ്ങയുടെ സീസൺ അല്ലേ, വേനക്ക് തന്നെ ഉണക്കി വെക്കണം. അത് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇച്ചിരി പിക്കിളൂടെ അതിന്. അപ്പം പിക്കിളിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ പറയും നല്ല രുചിയാണ്. അപ്പൊ എനിക്ക് ഏതായാലും 1 കിലോ കൂടെ മേടിച്ച് ഉണക്കണം. നല്ല വെയിലില്ലേ. ഞാൻ പറഞ്ഞിപ്പോ നാട്ടുമാങ്ങ വേണമെന്നില്ല, വേറെ ഏതെങ്കിലും മാങ്ങയാണെങ്കിലും മേടിച്ചോ, നമുക്ക് ഉണക്കി വെക്കാന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ഇത് 1 കിലോ ഉണങ്ങിയതാ. ഇനി അവിടെ റെസ്റ്റ് ഇൻ പീസ്. അതെ, ഇനി മഴക്കാലാവുമ്പോ നമ്മൾ കറി വെക്കുമ്പോ ഇത് വെള്ളത്തിലൊരു കുറച്ച് സമയത്ത് കുതിർത്തും. അപ്പൊ അതിന്റെ മാങ്ങയുടെ പൾപ്പും തൊലിയും കൂടെ ഇങ്ങനെ പൾപ്പ് വീർത്ത് വരാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇപ്പൊ ഉണങ്ങിയിരിക്കുവോ, ഫുൾ ഡ്രൈ ആയി, തൊലി പോലെ തന്നെ ഇരിക്കണുണ്ടോ. അപ്പൊ അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷെ മാങ്ങാത്തൊലിന്ന് ഇത് പറയണത്. മാങ്ങാത്തൊലി ഉണങ്ങണം എന്ന് അവിടെ പറയണത്, മാങ്ങ ഉണങ്ങണം എന്ന് പറയാറില്ല. ഇനി മഴക്കാലത്ത് കാണാം, കറി വെക്കുന്നത് കാണാം. ചെമ്മീനും മാങ്ങയും വെക്കണം, ചക്കക്കുരു മാങ്ങയും വെക്കണം. ഓൾറെഡി 2 വീഡിയോയും ചെയ്തിട്ടുണ്ട് മാങ്ങാത്തൊലി. നേരത്തെ 2-3 കൊല്ലം മുമ്പ് വീഡിയോ റെസിപ്പീസ് തുടങ്ങിയിടയ്ക്ക്, ഞങ്ങൾ ചാനൽ തുടങ്ങിയിടയ്ക്ക്. എന്നാലും വീണ്ടും കാണിക്കുക. ഏതായാലും ഉണങ്ങി വെച്ചിട്ടില്ലേ. ഓക്കെ, കിലോ കേൾക്കണേ, കയ്യിലെടുത്ത് കാണിക്കണ്ടേ. ഇപ്പൊ 1 കിലോയില് മിനിസം ഉണ്ട് ഇത് ഉണങ്ങിയത്. ഇത്രയും മാങ്ങ ഉണങ്ങിയിട്ട് ഇത്രേ ഉള്ളൂ, കണ്ടില്ലേ. ഉണങ്ങി കഴിയുമ്പോ ഇല്ല.